ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. നമസ്കാരം. ഞാൻ റിസ്ന. എല്ലാവർക്കും റിസ്നാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്പ്രിംഗ് റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലോട്ട് കടക്കാം. അതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോയിലോട്ട് കടക്കാം. സ്പ്രിംഗ് റോൾ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കതിലേക്കൊരു ഫില്ലിങ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ അല്ലാത്ത ഓയിൽ ഏതായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഒരു സവാളയാണ്. അത് നമ്മൾ ചോപ്പ് ചെയ്തിട്ട് തന്നെ ചേർക്കാം. എന്നിട്ടത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയ ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെജിറ്റബിൾസാണ്. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റും അതുപോലെ തന്നെ ക്യാബേജുമാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാബേജിൻ്റെ പകുതിയും ഒരു വലിയ ക്യാരറ്റുമാണ് എടുത്തിട്ടുള്ളത്. അത് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ്. പിന്നെ നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളമാണ്. ചിക്കൻ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചിട്ടുള്ള അതിൻ്റെ സ്റ്റോക്കാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് പച്ചക്കറികളൊക്കെ ഒന്ന് വാടി വരുമ്പം നമ്മളിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ തന്നെ പെരുംജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. എന്നിട്ട് നമുക്ക് ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. നമ്മളിതിലേക്ക് ചിക്കൻ ചേർക്കുന്നതാണ്. അപ്പോൾ ചിക്കനിൽ ഓൾറെഡി മസാലയൊക്കെ ഉള്ളതുകൊണ്ട് അതിനനുസരിച്ച് ചേർത്താൽ മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും 1 ടീസ്പൂൺ ചില്ലി സോസും ചേർക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത ശേഷം നമുക്കിതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ വഴറ്റാം. നമ്മളിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചെറുതായിട്ടൊന്നിങ്ങനെ പിച്ചി എടുത്താൽ മതി കേട്ടോ. മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമില്ല. അതും കൂടി ചേർത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനിലും അതുപോലെ തന്നെ സ്റ്റോക്കിലൊക്കെ ഉപ്പുള്ളത് കൊണ്ട് അത് നോക്കിയിട്ട് നമ്മൾ ഉപ്പ് ചേർക്കണം. ഇപ്പോൾ നമ്മളുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്കൊരു റോൾ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സമൂസ ഷീറ്റാണ്. ആഫിയാൻ്റെ സമൂസ ഷീറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ സമൂസ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ സ്പ്രിംഗ് റോൾ റെഡിയാക്കുന്നത്. നിങ്ങൾക്ക് സ്പ്രിംഗ് റോൾ ഷീറ്റ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. സമൂസ ഷീറ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് സ്പ്രിംഗ് റോൾ റെഡിയാക്കുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സമൂസ ഷീറ്റ് എടുത്തിട്ട് ഈ ഒരു രീതിയിൽ മടക്കിയെടുക്കാം. ഇങ്ങനെ മടക്കിയ ശേഷം ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊണ്ടുവരാം. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് 2 പീസായിട്ട്. ഈ രീതിയിൽ നമുക്ക് ഓരോ സമൂസ ഷീറ്റും മടക്കിയെടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മൈദയുടെ ഒരു മിക്സ് വേണം. മൈദപ്പൊടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്തുള്ളതാണ്. ഒരു പേസ്റ്റ് ആക്കിയിട്ട് അത് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മുറിച്ചെടുത്ത ഷീറ്റ് ഈ ഒരു രീതിയിൽ നടുവിലൂടെ മൈദപ്പൊടി തേച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ച ശേഷം അതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് ഒരുപാട് കുത്തി നിറയ്ക്കേണ്ട. നമ്മളൊരു ഒരു സ്പൂൺ അളവിൽ വെച്ച് കൊടുത്താൽ മതി. ശേഷം നമ്മൾ ഈ 2 സൈഡിൽ നിന്നും ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു റോളിൻ്റെ രീതിയിൽ നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. സ്പ്രിംഗ് റോൾ ഷീറ്റ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. സമൂസ ഷീറ്റ് ഉപയോഗിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. അവസാനം നമ്മൾ മൈദ ചേർത്ത് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഈ രീതിയിലാണ് റോള് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമുക്ക് അടുത്തതും ഈ രീതിയിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാ ഭാഗവും നന്നായിട്ട് മൈദപ്പൊടി വെച്ചിട്ട് ഒട്ടിക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം എണ്ണയിലിടുമ്പോൾ അത് തുറന്നു പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ മൈദപ്പൊടിയൊക്കെ തേച്ച് എല്ലാ സ്ഥലവും നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. അങ്ങനെ ഇപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു 25 സ്പ്രിംഗ് റോളാണ് ഞാൻ ഈ രീതിയിൽ ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്.
ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, ഓയിലാണ് ഉപയോഗിക്കേണ്ടത്. സ്പ്രിംഗ് റോളിന് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാറില്ല കേട്ടോ. അതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാനും അതിൽ തന്നെ ഫ്രൈ ചെയ്യാനും നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമ്മളിത് എടുക്കുകയാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ തന്നെ നല്ല സിമ്പിളാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇഫ്താറിന് സ്നാക്കായിട്ടും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പം നോമ്പ് തുറക്കുന്ന അവസരങ്ങളിലൊക്കെ കഴിക്കാൻ നല്ല ഒരു അടിപൊളി ടേസ്റ്റാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നല്ല ക്രിസ്പിയാണ് കേട്ടോ ഇതിൻ്റെ പുറം ഭാഗം. അതുപോലെ തന്നെ ഉള്ളിൽ നല്ലൊരു ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പിന്നെ ഇതിൽ കൂടുതൽ വെജിറ്റബിൾസ് ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. നമ്മൾ എന്താ പറയുക, ഈ ഒരു ക്യാരറ്റും ക്യാബേജും തന്നെ മാത്രമാണ് ഇതിൽ പൊതുവേ ചേർക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ ബൈ.